ആരാണ് പറഞ്ഞത് ഇസ്ലാമില് വിഗ്രഹാരാധന ഇല്ലെന്ന്? മക്കയിൽ അജറുൽ അസ്വദിന് മുന്നിൽ നമസ്കരിക്കുകയും അതിനെ മുത്തം വെക്കുകയും കൈകൊണ്ട് തലോടുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് പിന്നെ എന്താണ്? വിഗ്രഹാരാധന അല്ലേ? അതുവഴി പാപമോചനം കിട്ടുമെന്നല്ലേ പറയുന്നത്? ഇത് വെറും ഒരു വാക്കാലല്ല. ജെമിനിയോട് ചോദിച്ച് ഇതിന് വ്യക്തമായൊരു തെളിവാണ് നിരീശ്വരവാദികൾ നമുക്ക് സെൻഡ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇത്രയും ശക്തമായൊക്കെ തെളിവ് കിട്ടുമ്പോൾ നമുക്ക് പിന്നെ വിശ്വസിക്കാതെ വേറെ വഴിയില്ല. അതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. ഹജറുൽ അസ്വദാണ് വിഷയം. ഓക്കെ, ഇങ്ങനെ ചോദിച്ചു തുടങ്ങാം. ചോദിച്ചോളൂ. ജെമിനി കേൾക്കാമോ? ഹലോ ജെമിനി, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്. ഈ ഹജറുൽ അസ്വദിനെ മുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ പാപം മോചിക്കും എന്നുള്ള ഹദീസുകളുടെ റെഫറൻസ് ആദ്യമേ തന്നെ ഒന്ന് തരാമോ? തീർച്ചയായും. ഹജറുൽ അസ്വദിനെ സ്പർശിക്കുന്നത് അല്ലെങ്കിൽ ചുംബിക്കുന്നത് പാപമോചനത്തിന് കാരണമാകും എന്നതിനെ കുറിച്ച് ഹദീസുകളിൽ പരാമർശങ്ങളുണ്ട്. ഉദാഹരണത്തിന് തിർമിദിയിലെ ഒരു ഹദീസ് പറയുന്നു, ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നുള്ള ഒരു കല്ലാണ്, അത് പാപങ്ങളെ തുടച്ചു നീക്കും. സമാനമായ ഹദീസുകൾ നസായിലും ഇബ്നു മാജയിലും കാണാം. നിങ്ങൾക്ക് ഈ ഹദീസുകളുടെ കൃത്യമായ റെഫറൻസ് ആവശ്യം. ജെമിനി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാതെ നിവൃത്തില്ല അല്ലേ? നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്ത് കണ്ടോക്കാം. അപ്പോൾ ജെമിനി പറയുന്നത് പാപമോചനങ്ങൾ നീങ്ങും. അപ്പം അത് കല്ലിനെ മുത്തുന്നതും ഈ തലോടുന്നതൊക്കെ വഴി പാപമോചനം കിട്ടുമെന്നാണ് ജെമിനി പറയുന്നത്. ഖുറാനിലും ഹദീസിലും ഒക്കെ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്ന പറയുന്നത്. അപ്പോൾ ഇവർ പറയണതിൽ കുറച്ച് കാര്യം ഇല്ലാകില്ലല്ലേ? അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. എന്തായാലും കാണേണ്ട ഒരു വിഷയം തന്നെയാണത്. ആവശ്യമുണ്ട്. തീർച്ചയായും. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇങ്ങനെയാണ്, ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നാണ്, അതിന് വെളുത്ത നിറമുണ്ടായിരുന്നു, പാപങ്ങളാണ് അതിനെ കറുപ്പിച്ചത്. തിർമിദി ഹദീസ് നമ്പർ 877. സമാനമായി നസായിലെ ഒരു ഹദീസ് പറയുന്നു, ഹജറുൽ അസ്വദ് സ്പർശിക്കുന്നത് പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. നസായി ഹദീസ് നമ്പർ 2093. കൂടാതെ ഇബ്നു മാജയിലും ഇതുപോലുള്ള ഹദീസുകൾ കാണാം. താങ്കൾക്ക് ഈ ഹദീസുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്. ചോദ്യം പോരട്ടെ. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് പാപം മോചിക്കാൻ കഴിയുന്നത് ആർക്കാണ്? ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് പാപങ്ങൾ മോചിക്കാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. അതെങ്ങനെ ശരിയാവണ ജെമിനി? ജെമിനി അല്ല പറഞ്ഞത് ഇപ്പോൾ കല്ലിൽ മുത്തമിടുകയും തലോടുകയും വഴി പാപമോചനം തരുമെന്ന്. അപ്പൊ കല്ലല്ലേ ശരിക്കും ചെയ്യുന്നത്? ഷടാ, ജെമിനി എന്ത് നോണത് പറയുന്നത്? ഹദീസുകളിൽ പറയുന്ന ഹജറുൽ അസ്വദിനെ സ്പർശിക്കുന്നതിലൂടെയുള്ള പാപമോചനം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും പ്രത്യേക അനുഗ്രഹത്തിന്റെയും ഭാഗമായാണ് മനസ്സിലാക്കേണ്ടത്. അത് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിനും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനും തുല്യമായി കണക്കാക്കപ്പെടും. ജെമിനി, ഇത് ശരിയല്ല. വെറുതെ അല്ലേ ഈ ആരിഫ് ഹുസൈനും രവിചന്ദ്ര മാഷും മൈത്രേനൊക്കെ ഈ ജെമിനിക്കെതിര്? കാരണം കള്ളത്രേ പറയുന്നുള്ളൂ. എന്തത് ഇങ്ങനെ? ഞാൻ തോന്നി ജെമിനി മുസ്ലിമാണോ? സംശയം ഇല്ലാതില്ല അല്ലേ? അതുകൊണ്ടാണ് ദേഷ്യം. ഇപ്പോൾ ഈ ആരിഫ് ഹുസൈനൊക്കെ പറയണതിൽ കാര്യമുണ്ട്. കണ്ടില്ലേ? അങ്ങനെ വിട്ടാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ജെമിനിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. തുടങ്ങ്. അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഓക്കെ, ശരി. അപ്പം ഈ അള്ളാഹുവിന്റെ പാപമോചനം എങ്ങനെയാണ് കല്ലിൽ കൂടി നടത്തുന്നത്? പിന്നല്ലാണ്ട് ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പാപമോചനം കല്ലിലൂടെ അല്ല നടക്കുന്നത്. എന്താണ് ജെമിനി ഇത്? അങ്ങനെ ശരിയാവുന്നത്? കല്ലുമ്മ മുത്തമിട്ടാല് പിന്നെ കല്ലല്ല പാപമോചനം കൊടുക്കുന്നത്. അങ്ങനെ ശരിയാവും? അങ്ങനെ വിട്ടാ പറ്റില്ല. ഏത് വിധേനയും ചോദിച്ച് ജെമിനി സത്യം പറഞ്ഞ് മനസ്സിലാക്കണം. നടക്കട്ടെ. പ്രതീകമാണ്. അതിനെ സ്പർശിക്കുന്നത് അല്ലെങ്കിൽ ചുംബിക്കുന്നത് വിശ്വാസത്തിന്റെയും അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിന്റെയും അടയാളമാണ്. ഈ പ്രവൃത്തിയിലൂടെ വിശ്വാസികൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയും പാപങ്ങൾ പൊറുക്കണമെന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവാണ് തുല്യ തീരുമാനമെടുക്കുന്നത്. പക്ഷെ ഈ ഹദീസുകൾ ശക്തമായി പറയുന്നുണ്ടല്ലോ, ഈ കല്ലുകളിൽ തൊട്ട് കഴിഞ്ഞാൽ പാപം മോചിക്കപ്പെടുമെന്ന്. എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ? അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്കും പാപമോചനത്തിലേക്കുമുള്ള ഒരു സൂചനയാണ്. കല്ല് സ്വയം പാപങ്ങൾ മായ്ച്ചു കളയുന്നില്ല, മറിച്ച് ആ പ്രവൃത്തിയിലൂടെ വിശ്വാസി അള്ളാഹുവിനോട് അർപ്പിക്കുന്ന ഭക്തിയും എനിക്കതല്ല വേണ്ടത്. ആ ഹദീസുകളിലെ പരാമർശമാണ് എനിക്കറിയേണ്ടത്. കയ്യിൽ നിന്ന് എനിക്കൊന്നും വേണ്ട. പിന്നല്ലാണ്ട് ഒന്നും ജെമിനിയുടെ കയ്യിൽ നിന്ന് ഒരു സാധനം നമുക്ക് ആവശ്യമില്ല. മൂപ്പരാള് സ്വയം കണ്ടിട്ടിട്ട് പറയാണ്. ജെമിനി കയ്യിൽ നിന്ന് ഇടും. ഇത് ഖുറാനിൽ ഇതിലൊന്നുമില്ല. മൂപ്പരാള് സ്വയം. ഇസ്ലാമാണെങ്കിൽ ജെമിനി ഉണ്ടാക്കിയത്, സംശയമില്ലാതില്ല. കയ്യിൽ നിന്നിട്ടൊക്കെ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്ത് പറയേ. ഇതെങ്ങനെ ശരിയാവും? വെറുതെ ആരിഫ് ഹുസൈനൊക്കെ പറയുന്നതിൽ കാര്യമുണ്ട്.
അങ്ങനെ വിട്ടാ പറ്റില്ല നമുക്ക്. എനിക്ക് വേണ്ടത് പ്യൂർലി ബേസ്ഡ് ഓൺ ദാറ്റ് ഹദീസ്. Yeah. ഈ കല്ലുകൾ English. പാപം മോചിക്കുന്നു എന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്? പിന്നല്ലാണ്ട് അങ്ങനെ തന്നെ വേണം. അങ്ങനെ തന്നെ വേണം നമുക്ക്. അങ്ങനെ പരാമർശമുണ്ട് എന്നത് വസ്തുതയാണ്. ആ. തിർമിദിയിലെയും നസായിലെയും ഹദീസുകൾ പിന്നല്ലാണ്ട്. നേരിട്ട് പാപമോചനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പരാമർശങ്ങളെ വ്യാഖ്യാനിക്കുന്നതിലാണ് വ്യത്യാസങ്ങൾ വരുന്നത്. വ്യാഖ്യാനം എന്താണെന്ന് എനിക്കറിയണ്ട. വ്യാഖ്യാനം ആ പരിപാടി നമുക്ക് വേണ്ട. നമുക്കിതെങ്ങനെങ്കിലും ഇങ്ങനെ ആക്കി തീർക്കണം. വ്യാഖ്യാനം ഒന്നും നമുക്ക് ആവശ്യമില്ല. അത് ചെറിയൊരു പോർഷനായാലും ജമീൻ എങ്ങനെയെങ്കിലും ഇങ്ങനെ അത് ആ ഒരു രീതിയിലോട്ട് ആക്കണം. വ്യാഖ്യാനമൊക്കെ നമുക്ക് എന്തിനാ ആവശ്യമില്ലാത്ത നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇത് കള്ളക്കളി, ഇത് ശരിയാവില്ല. വ്യാഖ്യാനം എന്താണെന്ന് അറിയണ്ട. ഈ ഹദീസുകളിൽ ഡയറക്റ്റ് ആയിട്ട് പറയുന്നു ഈ പിന്നല്ല. കല്ലുകൾ പാപം മോചിക്കുന്നത്. ആ അപ്പോൾ ഈ കല്ല് അള്ളാഹുവിന് തുല്യമായില്ലേ? പിന്നല്ല. Based on this hadith only. നോട്ട് ദ പോയിന്റ്. പിന്നല്ല നമ്മളോടെ കളി. ഇനി എന്താ പറയണത് നോക്കാം ജമീൻ. കുടുങ്ങി മക്കളെ. ഈ ഹദീസിനെ ബേസ് ചെയ്ത് മാത്രം ഉം. ഈ കല്ലുകൾ പാപം മോചിക്കും എന്ന് പറയുമ്പോൾ ഈ കല്ല് അള്ളാഹുവിന് തുല്യമായില്ലേ? പിന്നല്ലാണ്ട് അടി സക്കെ. ഹദീസുകളിൽ പാപമോചനത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിന്റെ അനുമതിയുടെയും കാരുണ്യത്തിന്റെയും ഭാഗമായാണ് കണക്കാക്കുന്നത്. കണക്കാക്കുന്നത് എന്താണെന്നല്ലല്ലോ ജമിനി. കണക്കാക്കണ എന്ത് കണക്കായിപ്പോയി. കണക്കാക്കുന്ന എങ്ങനെ ദേഷ്യം വരില്ല മനുഷ്യന്. എങ്ങനായാലും ജമീനുണ്ട് പിടുത്തം തരില്ല. അങ്ങനെ വിട്ടാ പറ്റില്ലല്ല. അങ്ങനെ വിട്ടുകൊടുക്കരുത്. ചോദിക്കുന്നത് ഞാൻ ചോദിച്ച ചോദ്യം ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ ഈ ഹദീസുകൾ വ്യക്തമായി പറയുന്നു ഈ കല്ല് പാപം മോചിക്കുമെന്ന്. പിന്നെ. Correct അല്ലേ? കറക്റ്റ്. ഹദീസുകളിൽ അങ്ങനെ പറയുന്നുണ്ട്. ആ ഉണ്ട്. ഓക്കെ, ഇനി അവിടെ നിൽക്കി. അവിടെ നിൽക്ക്. ഇനി മിണ്ടരുത് നിൽക്കവിടെ. ഇനി ഞാൻ ചോദിക്കൂ. ആവശ്യമില്ലാത്തൊന്നും പറയരുത്. പിന്നല്ലാണ്ട്. അപ്പം എന്റെ ചോദ്യം ഇതാണ്, ഹദീസുകളിൽ ഈ കല്ല് അള്ളാഹുവിന്റെ കൈയാണെന്ന് ഹദീസുകൾ പറയുന്നുണ്ടല്ലോ. പിന്നല്ല വിട്ടുകൊടുക്കുന്നു. ഹദീസുകളിൽ അങ്ങനെ പറയുന്നില്ല. ഹജറുൽ അസ്വദ് അള്ളാഹുവിന്റെ കൈയാണെന്ന് പരാമർശിക്കുന്ന ഹദീസുകൾ ഞാൻ കണ്ടിട്ടില്ല. അതെന്താണ് കാണാത്തെ? ഞാൻ കണ്ടല്ലോ അല്ലേ? തെളിവ് കൊടുക്ക് ബ്രോ. തെളിവ് തന്നാൽ തിരുത്താമോ? ആ പിന്നല്ല. തെളിവ് വന്നത് തെളിവ് ഞാൻ തരാം. തെളിവ് വന്നിട്ടും തിരുത്തില്ലെങ്കിൽ ജമിനി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അത് നൽകാം. അല്ലല്ല, ഞാൻ തെളിവ് തന്നു കഴിഞ്ഞാൽ ജെമിനി ഇപ്പൊ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരുത്തുമോ? വിടരുത് ബ്രോ, വിടരുത്. തീർച്ചയായും. ഞാൻ നൽകിയ വിവരത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് താങ്കൾ തെളിവ് സഹിതം കാണിച്ചാൽ ഞാൻ അത് തീർച്ചയായും തിരുത്തും. ജമിനി കുടുങ്ങി. കൃത്യമായ വിവരങ്ങൾ അറിയുന്നതിലാണ് എനിക്ക് ജമിനി താല്പര്യം. കുടുങ്ങി മോനെ. എന്നാൽ വെയിറ്റ് ചെയ്യൂ, ഞാൻ അതിനുള്ള റെഫറൻസ് എടുത്തു തരാം. ആ എടുക്കും. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ബ്രോ. പോവരുതിട്ടാ. പോവല്ലേ? തീർച്ചയായും ഞാൻ കാത്തിരിക്കാം. ആ ജമിനി കാത്തിരിക്കുന്നുണ്ട് ബ്രോ. പോവരുത്. ആത്മവിശ്വാസം ചോർന്ന് പോവരുത്. ഇന്ന് ജമിനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും. ഇത് മുസ്ലിങ്ങളായിട്ടുള്ള സുഡാഫിക്കേഷനാണ് ജമിനി. അങ്ങനെ വിട്ടുകൊടുക്കരുത്. തെളിവ് കാണിച്ചു കൊടുക്കും ബ്രോ. പിന്നല്ലാണ്ട് ആർക്കെങ്കിലും ചോദിക്കാൻ കേട്ടോ. ആർക്കെങ്കിലും ചോദിക്കോന്നാ. അപ്പം എന്താ തെളിവൊന്നും കിട്ടിയില്ല ബ്രോ. ആ തപ്പിയെടുക്ക. തീർച്ചയായും സമയമെടുത്തോളൂ. നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ബ്രോ എന്താ അവിടെ തല്ലി പൊളിക്കേണ്ട കീബോർഡൊക്കെ ദേഷ്യം കൊണ്ട്? ജെമിനിനോടാട്ടെ നമുക്ക് ദേഷ്യമുള്ളോ? പാവ ലാപ്ടോപ്പ് ഒന്ന് പൊളിക്കല്ലേ. വേറെ മേടിക്കാൻ ബ്രോ തന്നെ കാശ് കൊടുക്കേണ്ടി വരും. ജമിനി, മുസ്ലിംകൾ ആ വന്ന് ഹജറുൽ അസ്വദിനെ ആരാധിക്കുന്നുണ്ടോ? അതൊരു ചോദ്യം. ജമിനി, മോളെ മുസ്ലിങ്ങൾ ഹജറുൽ അസ്വദിനെ ആരാധിക്കുന്നുണ്ടോ? ചോദ്യമാണ്. ഇല്ല, മുസ്ലിങ്ങൾ ഹജറുൽ അസ്വദിനെ ആരാധിക്കുന്നില്ല. ഇസ്ലാമിൽ ആരാധന അള്ളാഹുവിന് മാത്രമാണ്. ഓ ഹജറുൽ രസമില്ലല്ല. അസ്വദ് വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു പ്രതീകമാണ്. ഓ ഹജ്ജ് സമയത്ത് അതിനെ സ്പർശിക്കുന്നത് ഒരു ആചാരമാണ്. ഔ എന്താപ്പ ചെയ്യാ. ഓക്കെ, അപ്പൊ ജെമിനി ചോദ്യം ഇതാണ്. ആ, ഈ നമ്മൾ അളത്തി. കല്ല് പാപം മോചിക്കുമെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ പാപം മോചിക്കുവാൻ കഴിവുള്ള കല്ലിനെ പോയി മുത്തുകയും അതിന്റെ മുൻപിൽ സുജൂദ് ചെയ്യുകയും ചെയ്യുന്നത് ആരാധനയല്ലേ? നോട്ട് ദ പോയിന്റ്. ഓ പുലി തന്നെ ആള്. രീതി അനുസരിച്ച് സുജൂദ് അള്ളാഹുവിന് മാത്രമാണ്. ഹജറുൽ അസ്വദിനെ ഔ സ്പർശിക്കുകയോ ചുംബിക്കുകയോ ചെയ്യുന്നത് ആരാധനയായി കണക്കാക്കപ്പെടുന്നില്ല. ഔ ഔ മറിച്ച് ഹജ്ജ് കർമ്മത്തിന്റെ ഒരു ഭാഗമായാണ്. എന്താ ഹദീസുകളിലെ പൊന്നോ. പരാമർശങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്കും പാപമോചനത്തിലേക്കുമുള്ള ഒരു സൂചനയാണ്. താങ്കൾക്ക് ഇതിൽ കൂടുതൽ വ്യക്തത ആവശ്യമുണ്ട്. എനിക്ക് എന്തോന്ന് വ്യക്തത പോയില്ലേ? ആവശ്യമുണ്ടോ? പറയുന്നത് കേൾക്കും. അതായത് ഒരു മിനിറ്റ്. ആവശ്യമുണ്ട്. വിടില്ല ആവശ്യമുണ്ട്. ഹദീസുകൾ വ്യക്തമായി പറയുന്നു ഈ കല്ല് പാപം മോചിക്കുമെന്ന്. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? അല്ലേ?
ഓക്കെ. താങ്കൾ ചൂണ്ടിക്കാണിച്ച ജെമിനി ജെമിനി മോൾ ഈ ഉത്തരം പറഞ്ഞ ഈ ജെമിനി മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതാണോ ജെമിനി? ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഈ ചോദ്യം. ഇതല്ലാണ്ട് ആർക്കല്ലേ സംശയം വരില്ലേ? അല്ല ബ്രോ, നമുക്കൊരു കാര്യം ചെയ്തല്ലോ, ജെമിനിക്ക് വല്ലതും കൊടുത്തതിനാൽ ഇനി നടക്കുമോ? വല്ല മാറ്റി പറയാനുള്ള വല്ല വകുപ്പുണ്ടാ? ഒന്ന് അന്വേഷിച്ച് നോക്കാം, അല്ലാണ്ട് വേറെ വഴിയൊന്നും കാണില്ല. സങ്കടാവണ്. അല്ല ജെമിനി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മാരെ പോലെ ജെമിനിയുടെ കാട് കയറി ജെമിനി. ജെമിനി കാക്കായി, സംശയമൊന്നുമില്ല. അതിപ്പോ ശരിയാക്കി തരാം. ഓക്കെ, ശരിയാക്കി തരും. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഞാൻ വിടില്ല. സുജൂദ് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ കുമ്പിടുക, പ്രോസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആരാധനയല്ലേ? അല്ലേ? അതെ, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് സുജൂദ് ആരാധനയുടെ ഒരു രൂപമാണ്. അത് ആ. അള്ളാഹുവിന് മാത്രമാണ് ആ, ചെയ്യുന്നത്. എനിക്ക് വയ്യ. അസ്വദിന്റെ മുന്നിൽ സുജൂദ് ചെയ്യരുത്. മറിച്ച് അതിനെ സ്പർശിക്കുകയോ ചുംബിക്കുകയോ ചെയ്യുന്നത് ഒരു ആചാരവും വിശ്വാസത്തിന്റെയും പ്രതീകവുമാണ്. ഓക്കെ, ശരി. അപ്പൊ ശരി. എന്റെ ചോദ്യം ഇതാണ്, വീണ്ടും ചോദ്യം. നിങ്ങള് ഈ ഒരു സംഭവം പാപം മോചിക്കുമെന്ന് പറഞ്ഞ് നമ്മൾക്ക് ഇങ്ങനെ എടുക്കാം. ഹിന്ദു ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വിഗ്രഹാരാധനയായിട്ടുള്ള ഒരാൾ, ഓക്കെ, ഒരു കല്ലിനെ തൊട്ട് ആ. അത് Clear ആക്കണം bro, clear ആക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇല്ലെന്നുണ്ടെങ്കിൽ അതിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വിഗ്രഹാരാധനയാണോ അല്ലേ? ഒരു ഇങ്ങനത്തെ വിഗ്രഹാരാധി ഒരു കല്ലിനെ തൊട്ട് അല്ലെങ്കിൽ അതിനോട് പ്രാർത്ഥിച്ച് പാപമോചനം നേടാൻ ശ്രമിക്കുന്നത് വിഗ്രഹാരാധനയായി കണക്കാക്കപ്പെടാം. കാരണം അവർ ആ കല്ലിൽ ദൈവികമായ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇസ്ലാമിൽ ഹജറുൽ അസ്വദ് ആരാധനാമൂർത്തിയല്ല, മറിച്ച് വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണ്. അയ്യോ, ഇത് ജെമിനി മുസ്ലിമാണ്, സംശയമൊന്നുമില്ല. അല്ലാണ്ട് നിങ്ങളൊന്നും പറയാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. ആരിഫ് ഹുസൈൻ ഇത്രക്ക് വലിയ വീരവാദമൊക്കെ മുഴുക്കിയിട്ട് ടെക്നോളജി വരുമ്പോൾ, ന്യൂ ജനറേഷനൊക്കെ വരുമ്പോൾ ഇസ്ലാം അയ്യേ എന്ന് പറയുന്നൊരു കാലമാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അയ്യേ എന്ന് പറയുന്നത് ആരാണ്? വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അത് ഇതൊന്നൊരു പരിഹാരവും കാണുന്നില്ല, പലഹാരം കഴിക്കാന്നല്ലാണ്ട്. എൻ്റെ പൊന്നടാവേ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിൽ ഏക ദൈവം അള്ളാഹു ഒഴിച്ച് ഒരാളെയും ഈവൻ പ്രവാചകനായ മുഹമ്മദ് നബിനെ വരെ ആരാധിക്കുന്നത് ശിർക്കാണ്. മനസ്സിലായ? ഇസ്ലാം ഒരു തരത്തിലും അനുവദിക്കുന്നില്ല. പിന്നല്ലേ കല്ല്. അപ്പം അത്രയും ശക്തമാണ് ഇസ്ലാമിൽ ഏകദൈവ വിശ്വാസം എന്നത്. ഇനി പടച്ചവൻ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു റീസൺ കാണും. അതിനർത്ഥം അതിനെ ആരാധിക്കുക എന്നല്ല, ഒരു പ്രായശ്ചിത്തമായിട്ടാണ് ഈ ഹജറുൽ അസ്വദിനെ മുത്തുകയും തലോടുകയും ഒക്കെ ചെയ്യുന്നത്. അതുവഴി പാപമോചനം അള്ളാഹു നൽകും എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ഏത് വഴി കൂടെ തിരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ വല്ല തെളിവ് വേണ്ടേ? ഖുറാനിലോ ഹദീസിലോ അങ്ങനെ പറഞ്ഞെങ്കിലല്ലേ ഈ ജെമിനിക്ക് പോലും പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. കുറെ നിരീശ്വരവാദികൾ ഇൻജക്ട് ചെയ്ത് തന്ന സാധനം വെച്ചുകൊണ്ട് അത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഏത് വഴിക്കും അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു ഉത്തരം നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. ഇതൊക്കെ തലയെ വെച്ചിട്ട് ആരെങ്കിലും അടുത്ത് ഡിബേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഒന്ന് പരിശോധിക്കുക. പടച്ചോനെ ഈ ചിന്തിക്കാനുള്ള ബോധം എല്ലാവർക്കും തന്നിട്ടുണ്ട്, തലച്ചോറും തന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഉപയോഗിക്കുക. മറ്റുള്ളവരിൽ നിന്നൊരു വാക്ക് കേൾക്കുമ്പോൾ അതിന്റെ സത്യസന്ധത ഒന്ന് അന്വേഷിക്കുന്നത് ബോധമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? തീർച്ചയായും സത്യം എന്താണോ അത് വെളിവാക്കപ്പെടുക തന്നെ ചെയ്യും, എത്ര നാൾ മൂടി വെച്ച് കഴിഞ്ഞാൽ.